വീണ്ടും വാർത്തകളിലേക്ക്. തീരദേശത്തെ വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ലഹരി വിരുദ്ധ വേദി സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നിയിൽ നടന്ന ലഹരി വിരുദ്ധ ജനകീയ വേദിയിൽ അബ്ദുൽ ഹസീബ് മദനി, ഫാദർ ഷാജി തെക്കേത്കര, ഹരിലാൽ ശാന്തി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ AK ജമാൽ, MV ബാലൻ, VK ബാലകൃഷ്ണൻ, ഉമറുൽ ഫാറൂഖ്, PD സജീവ്, ലൈല മജീദ് എന്നിവരും സംസാരിച്ചു. കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളമുറിയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജനകീയ വേദിയിൽ MV രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KF ഡൊമിനിക്, അനിത ബാബു, PA മുഹമ്മദ് അലി, KD നീലാംബരൻ, MG ചന്ദ്രൻ, CJ ജോഷി, PT രാമചന്ദ്രൻ, KB അനിൽകുമാർ, PMS ആബിദീൻ, അബ്ദുൽ ഹസീബ് മദനി എന്നിവരും സംസാരിച്ചു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ ജനകീയ വേദി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS പങ്കജാക്ഷൻ അധ്യക്ഷനായി. VR മനോഹരൻ മാസ്റ്റർ, ഷിഹാബുദ്ദീൻ ഹസനി, ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട്, ER കാർത്തികേയൻ, പ്രദോഷ് കുമാർ, PK അബ്ദുൽ റഹീം, സുധാകരൻ മണപ്പാട്ട്, ഗീതാ മാധവൻ, നസീർ പുഴങ്കരിലത്ത് തുടങ്ങിയവരും സംസാരിച്ചു. പാമ്പിനെ കടികൊള്ളാൻ വേണ്ടി അവതരിപ്പിക്കുന്നത് ഈ രവി എന്ന കഥാപാത്രം തന്റെ കാല് പാമ്പിന്റെ മുന്നിൽ വെച്ചു കൊടുത്ത് ഈ പാമ്പിന്റെ കടി ഏൽക്കുകയും അവസാനം മരിക്കുകയും ചെയ്യാം. ഇത് വളരെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട്. ഇടാനായിട്ട് പുതിയ പുതിയ പല പ്രവർത്തനങ്ങളും ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ വ്യക്തികളൊക്കെ ചെയ്യുന്നുണ്ട്. പല പാടുകൾ അടച്ചുപോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. 1 ഉൽപാദനം, 2 വിൽപ്പന, 3 ശീലം. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചിറയത്ത് വറീദ് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കുട്ടമംഗലം മുനവ്വിറുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്നസെന്റ് MP അവാർഡുകൾ വിതരണം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി,
പഞ്ചായത്ത് അംഗം ബുഷ്ര സലീം, മുൻ PSC അംഗം പ്രൊഫസർ KU അരുണൻ, വായനശാല പ്രസിഡന്റ് ബാപ്പു വലപ്പാട്, സെക്രട്ടറി NM അസീസ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. SNDP യോഗം എടത്തിരുത്തി ശാഖയുടെ ആഭിമുഖ്യത്തിൽ കെട്ടിട പുനരുദ്ധാരണ സംഭാവന കൂപ്പണിന്റെ വിതരണോദ്ഘാടനവും സൗജന്യ പുസ്തക വിതരണവും മികച്ച അംഗൻവാടി ഹെൽപ്പർ അവാർഡ് ജേതാവ് രാജേശ്വരി ദേവന് ആദരവും സംഘടിപ്പിച്ചു. ശാഖാ ഹാളിൽ നടന്ന യോഗം SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. സംഭാവന കൂപ്പണിന്റെ വിതരണോദ്ഘാടനവും അവാർഡ് ജേതാവിനെ ആദരിക്കലും ഇന്നസെന്റ് MP നിർവഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം KG കൃഷ്ണനുണ്ണി അധ്യക്ഷനായി. മോഹനൻ കണ്ണമ്പുള്ളി, യമുന രവീന്ദ്രൻ, ഗംഗാധരൻ കുന്നപ്പശ്ശേരി, പ്രകാശൻ പള്ളിത്തറ, പ്രകാശ് കടവിൽ, സിന്ധു ജയറാം, നാരായണൻ കുന്നപ്പശ്ശേരി, PB അജയ് ഘോഷ് എന്നിവരും സംസാരിച്ചു. പെരിഞ്ഞിനം SN സ്മാരകം UP സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ മാതൃസംഗമം മുൻ AEO TK മീരാഭായ് ഉദ്ഘാടനം ചെയ്തു. മാതൃസംഗമം പ്രസിഡന്റ് ഗിരിജ സ്നേഹജൻ അധ്യക്ഷയായി. പെരിഞ്ഞിനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് KP ഷാജി മുഖ്യ അതിഥിയായി. ഹെഡ്മിസ്ട്രസ് MV ലത, അധ്യാപകരായ CT സംഗീത, TV വിനോദ് എന്നിവരും സംസാരിച്ചു. കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിലെ MGM MSM എന്നീ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അഹ്ലുൻ റമദാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൽ അബ്ദുസ് സമദ് മദനി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ത്വായിഫ് അധ്യക്ഷത വഹിച്ചു. PK ഉസ്മാൻ ബുസ്താനി, T മുഹമ്മദ് മാസ്റ്റർ, അബ്ദുൽ ഷുക്കൂർ സ്വലാഹി, ഹസീന സ്വലാഹിയ, PK ഷംസുദ്ദീൻ എന്നിവരും സംസാരിച്ചു. ഹനീഫ് സ്വലാഹി, പുലാമന്തോൾ, ഷമീർ ചന്ദ്രാപിന്നി എന്നിവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തി.
ചരമവാർത്ത. ചന്ദ്രാപ്പിന്നി പാണ്ടാട്ട് കാരപ്പുറത്ത് ജ്ഞാനസുന്ദർ നായർ എന്ന GS നായരുടെ ഭാര്യ ലക്ഷ്മിയമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. ശവസംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. പരേതയായ ഭാഗ്യലക്ഷ്മി, മുരളീധരൻ, ജ്ഞാനശേഖരൻ, അജിത് കുമാർ, ജ്ഞാനലക്ഷ്മി എന്നിവർ മക്കളും പീതാംബരൻ, ജയന്തി, രാധ, രമ, മുരളീധരൻ എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. തീരദേശത്തെ സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പുകയില വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ചന്ദ്രാപ്പിനി സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കൊപ്രക്കളത്തെ ഹോട്ടലിൽ ആക്രമണം നടത്തിയയാൾ അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.